ഹായ് ഓൾ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലേ. എനിക്കെപ്പോഴും ചെടി വിശേഷങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് റോസുകൾക്കും ബഗൺവില്ലയ്ക്കും വേണ്ടിയുള്ള ക്ലൈമറ്റാണ്. അത്യാവശ്യം പൂവിടുന്ന ചെടികളെല്ലാം ഈ ഒരു സമയത്ത് പൂവിട്ട് തുടങ്ങും. വെറുതെ പൂവിടില്ല, നമ്മൾ ആവശ്യത്തിനുള്ള വളങ്ങളെല്ലാം കൊടുത്ത് അതിന് വേണ്ട രീതിയിൽ കെയർ ചെയ്താൽ നല്ല രീതിയിൽ പൂക്കൾ തരുന്ന സമയമാണ് ഇത്. എൻ്റെ ബൊഗൺവില്ലയെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ പൂത്ത് കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായി ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഇത് മെൻഷൻ ചെയ്തേക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ റോസുകൾ കെയർ ചെയ്യുമ്പോൾ അത്യാവശ്യം കീടനാശിനി കൊടുക്കണം. അല്ലെങ്കിൽ ഇതേ കണക്ക് റോസുകളുടെ ഇലയെല്ലാം ചുരുങ്ങി പോകും. അപ്പോൾ വളരാനുള്ള മുട്ടുകളും ആ ചെടിയിലെ ആ പ്രാണികൾ നശിപ്പിച്ച് കളയുന്നതാണ്. അത്യാവശ്യം റോസിന് പെസ്റ്റിസൈഡ്സ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് വിരിഞ്ഞു വരുന്ന മുട്ടുകൾ അല്ലെങ്കിൽ ആ വിരിയാൻ നിൽക്കുന്ന മുട്ടുകളെ ഈ ഒരു ചെറിയ പ്രാണി നശിപ്പിച്ച് കളയുന്നതാണ്. അതിനെ നമുക്ക് കാണാൻ കൂടി കഴിയില്ല. ഞാൻ എൻ്റെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒത്തിരി പരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഞാൻ റോസുകൾ എങ്ങനെ വളർത്താമെന്ന് മനസ്സിലാക്കിയത്. എനിക്കും കുറേയധികം റോസുകൾ നശിച്ചു പോയിട്ടുണ്ട്. പിന്നീട് ഞാൻ ഓരോന്ന് മേടിച്ച് പരീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് റോസുകൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്ന റോസുകളുടെ മുട്ടുകൾ. ഇത് എൻ്റെ ഓർക്കിഡ് റോസ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ഇടയ്ക്ക് ചെടികളുടെ ചോട് ഇളക്കി കൊടുക്കാറുണ്ട്. നമ്മൾ വേരോടിയെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ചെടികൾ കിളിർത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ വേരോടുന്നതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നത്. അത് തറയിൽ നിൽക്കുന്ന ചെടികൾക്കായാലും ചട്ടിയിൽ നിൽക്കുന്ന ചെടികൾക്കായാലും നല്ലതാണ്. ഇളക്കമുള്ള മണ്ണിലെ വേര് നല്ല രീതിയിൽ ഓടുകയുള്ളൂ. പിന്നീട് ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് ചെടികൾക്കുള്ളിൽ കളകൾ നിൽപ്പുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ പറിച്ച് കളയും. അത് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളെല്ലാം ഈ ചെറിയ ചെടികളായിരിക്കും പിടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെടികൾക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് കിട്ടത്തില്ല. നമ്മളിൽ പലരും പറയുന്ന പരാതിയാണ് ഈ ഗാർഡനിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന ചെടികൾ പിന്നീട് അത്രയും ഭംഗിയോടുകൂടിയും അത്രയും വലുപ്പത്തിലുള്ള മുട്ടുകളൊന്നും വരുന്നില്ലെന്ന്. എനിക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനും വിചാരിച്ചു ആ ചെടിയുടെ പ്രശ്നമാണെന്ന്. പക്ഷെ പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ വളർത്തുന്നതിൻ്റെ പ്രശ്നമാണ് അതെന്ന്.